അങ്ങനെ അവരുടെ ഒളിച്ചുകളി കഴിഞ്ഞു. വൈകുന്നേര സമയമായതും എല്ലാവരോടും യാത്ര പറഞ്ഞ് മൗനി അവിടെ നിന്നും പോയി. രാത്രിയോടെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് കിടക്കാനായി ഗുഡ് നൈറ്റും പറഞ്ഞ് അവരവരുടെ റൂമിലേക്ക് പോയി. ധ്രുവൻ റൂമിലേക്ക് വന്നുകൊണ്ട് കട്ടിലിൽ ചെന്നങ്ങനെ ഇരുന്നു കൊണ്ട് ദേവുവിനെ നോക്കി. റൂമിൻ്റെ വാതിൽ അടച്ചു കുറ്റിയിട്ടുകൊണ്ട് ദേവു ഒരു ചിരിയോടെ ധ്രുവനെ നോക്കി അവൻ്റെ മുന്നിൽ നിന്നു. ഞാനേ കുളിച്ചിട്ട് വരാം, ദേവു പറഞ്ഞു. എനിക്കും കുളിക്കണം മഞ്ജു, വാ നമുക്ക് ഒരുമിച്ച് കുളിക്കാം, ധ്രുവൻ പറഞ്ഞു. ദേ ശിവേട്ട, ചുമ്മാ കളിക്കല്ലേ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം, ഇവിടെ ഇരിക്കെ, ദേവു പറഞ്ഞു. എനിക്കും കുളിക്കണം, നീ ഇങ്ങ് വന്നേ അഞ്ജു, നമുക്ക് ഒരുമിച്ച് കുളിക്കാം എന്ന് പറഞ്ഞുകൊണ്ടവൻ ദേവുവിനെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. ബാത്റൂമിലെ ഷവറിന് താഴെ അവളെ നിർത്തിയതിനു ശേഷം ധ്രുവൻ ദേവുവിനെ അവനെ രണ്ട് കൈകൊണ്ടും ഇരുവശത്ത് നിന്നും ലോക്കാക്കി അങ്ങനെ നിന്നു. ധ്രുവൻ മെല്ലെ ഷവർ ഓൺ ചെയ്തതും വെള്ളം വന്ന് ഇരുവരെയും നനച്ചുകൊണ്ടിരുന്നു. ധ്രുവൻ്റെയും ദേവുവിൻ്റെയും തലവഴി വെള്ളം ഒഴുകി ഒരുപോലെ അവരുടെ മുഖത്തുകൂടെ വന്നുകൊണ്ടിരുന്നു. ധ്രുവ് ഷവർ ഓഫ് ചെയ്തുകൊണ്ട് ദേവുവിനെ നോക്കി. നനഞ്ഞ് വസ്ത്രമെല്ലാം ദേഹത്തേക്ക് ഒട്ടി മുടിയിലൂടെയുള്ള വെള്ളം മുഖത്തേക്ക് ഒലിച്ചിറങ്ങി ദേവു ചുമരിൽ ചാരി അങ്ങനെ നിന്നു. ധ്രുവൻ ദേവുവിൻ്റെ നേരെ താഴ്ന്നു വന്നുകൊണ്ട് ദേവുവിൻ്റെ കവിളിൽ അമർത്തിപ്പിടിച്ചു അവളുടെ ചുണ്ടിനെ കടിച്ചു വലിച്ചുകൊണ്ട് നുണഞ്ഞെടുത്തു. ദേവുവിൻ്റെ മുഖത്ത് നോവ് പടർന്ന് അവൾ ധ്രുവനെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. ദേവുവിൻ്റെ മുഖത്ത് വീണിരിക്കുന്ന വെള്ളത്തുള്ളികളെ ഒരു വശത്തേക്ക് ധ്രുവൻ നാവുകൊണ്ട് ഒപ്പിയെടുത്ത് അവളുടെ മുഖം മുഴുവനും അവൻ ചുംബിച്ചു. ദേവു ധ്രുവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു അങ്ങനെ നിന്നു. ധ്രുവ് ദേവുവിൻ്റെ നീളൻ മുടിയെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. ദേവുവിൻ്റെ ചെവിയിൽ മെല്ലെ കടിച്ചു വിട്ടു. ശേഷം അവളുടെ ടോപ്പ് മെല്ലെ താഴ്ത്തി ഷോൾഡറിൽ കടിച്ചുകൊണ്ട് അവിടമാകെ ചുംബിച്ചുകൊണ്ടിരുന്നു. ശേഷം അവളുടെ ദേഹത്ത് മറയായി കിടന്ന വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ട് ദേവുവിനെ ധ്രുവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. ദേവു ധ്രുവന്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ്റെ ഷർട്ട് മെല്ലെ അഴിച്ചിട്ടു. ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് അവൾ ചേർന്ന് നിന്ന്. തണുത്ത വെള്ളം വീണിട്ടും ചൂടുമാറാത്ത ആ ഇരു ശരീരങ്ങളും അങ്ങനെ ചേർന്ന് നിന്നിരുന്നു. ധ്രുവൻ ദേവുവിനെ മെല്ലെ എടുത്ത് അവൻ്റെ അരയിലേക്കെടുത്ത് ഇരുത്തിയിരുന്നു. ശേഷം അവളെ ചുമരിലേക്ക് ചേർത്തുകൊണ്ട് അവളുടെ കഴുത്തിൽ അമർത്തി കടിച്ച് ചുംബിച്ചുകൊണ്ടിരുന്നു. കഴുത്തിൽ നിന്നും മാറിലേക്കും വയറിലേക്കും അവൻ്റെ ആ ചുംബനം നീണ്ടുപോയിക്കൊണ്ടിരുന്നു. മെല്ലെ അവളുടെ കഴുത്തിലേക്കും മുഖം വെച്ചുകൊണ്ട് ധ്രുവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. ദേവു കണ്ണുകൾ ഇറകെ അടച്ചു പിടിച്ച് ധ്രുവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തി വെച്ച് അവൻ്റെ അരയിലിരുന്നു. ധ്രുവൻ ഒരു ആവേശത്തോടെ അവളിലേക്ക് വേഗത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. ദേവു കണ്ണുകൾ ഇറുകെ അടച്ച് ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ദേവു ധ്രുവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. മീനു കുളിച്ചു കഴിഞ്ഞ് വന്നതും സ്റ്റാലിനെ റൂമിൽ കാണാനില്ലായിരുന്നു. അവൾ ബാൽക്കണിയിലേക്ക് ചെന്നപ്പോൾ അവിടെ നിന്നും സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു സ്റ്റാലിൻ. ഒരു പുഞ്ചിരിയോടെ മീനു അവൻ്റെ അടുത്തായി ചെന്ന് നിന്നുകൊണ്ട് സ്റ്റാലിനെ നോക്കി. സ്റ്റാലിൻ മീനുവിനെ അവനിലേക്ക് ചേർത്ത് അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. എന്താ ഇച്ഛാ ഇവിടെ നിൽക്കുന്നേ, മീനു ചോദിച്ചു. വെറുതെ നിന്നതാ എൻ്റെ മീനു, നമ്മൾ ആഗ്രഹിച്ചതുപോലെ എത്ര പെട്ടെന്നാ നമ്മുടെ ജീവിതം മാറിയത്. ഇനി കുറച്ചു കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയായി, സ്റ്റാലിൻ ഒരു ചിരിയോടെ പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒക്കെ നടക്കും ഇച്ചായ, ഞാനില്ലേ കൂടെ, മീനു പറഞ്ഞു. പിന്നെ നീയില്ലാതെ നീ മാത്രം മതി മീനു, നിന്നെ മാത്രം മതി, സ്റ്റാലിൻ ഒരു പുഞ്ചിരിയോടെ മീനുവിനെ പിടിച്ച് അവനിലേക്ക് ചേർത്ത് കൊണ്ട് പറഞ്ഞു. എന്നാ വാ നമുക്ക് കിടന്നാലോ, മീനു ചോദിച്ചു. കിടക്കാം, മറ്റന്നാൾ വിഷു അല്ലേ മീനു, പടക്കം പൊട്ടിച്ചു കണിയൊരുക്കി കോടിയെടുത്ത് അടിച്ചു പൊളിക്കണ്ടേ നമുക്ക്. ഇവിടെ വിഷുവിൻ്റെ അന്ന് വിഷുവേല ഉണ്ടാകും, നമുക്ക് പോവേണ്ടേ മീനു, സ്റ്റാലിൻ ചോദിച്ചു. നമുക്ക് പോകണം, പോയിട്ട് നമുക്ക് പൂരത്തിന് ഡാൻസ് കളിക്കണം, മീനു പറഞ്ഞു. ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണോ മീനു, സ്റ്റാലിൻ ഒരു ചിരിയോടെ മീനുവിനോട് ചോദിച്ചു. പിന്നെ എനിക്കിഷ്ടാ, വായിച്ചേ, നമുക്ക് റൂമിൽ പാട്ടിട്ട് ഡാൻസ് കളിക്കാം, മീനു പറഞ്ഞു. പിന്നെന്താ, ഡാൻസ് കളിക്കാലോ, എൻ്റെ കൊച്ചൊരു കാര്യം പറഞ്ഞാൽ അത് നടന്നിരിക്കും, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ മീനുവും സ്റ്റാലിനും അകത്തേക്ക് കയറി. ഫോണിൽ പാട്ട് വെച്ച് മിനി ബ്ലൂടൂത്തിൽ സെറ്റാക്കിക്കൊണ്ട് പാട്ട് വെച്ചു. പാട്ട് വന്നതും രണ്ടുപേരും ഡാൻസ് കളിക്കാൻ തുടങ്ങി. ബെഡിൽ ചാടി നിന്നും കെട്ടിപ്പിടിച്ചും അവർ രണ്ടാളും തുള്ളിച്ചാടി തുടങ്ങി. ഒത്തിരി ഡാൻസ് ചെയ്ത് ക്ഷീണിച്ചതും രണ്ടാളും വെറും നിലത്ത് മീനു സ്റ്റാലിനോട് ചേർന്ന് കിടന്നു. സന്തോഷം കൊണ്ട് മീനുവിൻ്റെ മുഖം തിളങ്ങി. സ്റ്റാലിൻ അവളുടെ മൂക്കുത്തിയിൽ മെല്ലെ ചുണ്ടുകൾ ചേർത്തു. ഇച്ചേ, ഇനി 2 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ 1 വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയായി, മീനു ഒരു ചിരിയോടെ പറഞ്ഞു. ആണോ, സ്റ്റാലിൻ ചോദിച്ചു. അവിടുന്ന് 1 മാസത്തിൻ്റെ ഗ്യാപ്പിൽ ധ്രുവേട്ടൻ്റെയും ദേവുവിൻ്റെയും, അത് കഴിഞ്ഞ് വേദയുടെയും ആകാശേട്ടൻ്റെയും, അതിനുശേഷം ആദിയേട്ടൻ്റെയും ബിന്ദിയുടെയും. ഇനി കെട്ടാനുള്ളത് അജു ആണ്, അവനെ നമുക്ക് ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണം, മീനു പറഞ്ഞു. അവൻ്റെ മുന്നിലിപ്പോൾ 2 പേർ നിൽപ്പുണ്ട്, ഒന്ന് മൗനി, പിന്നെ കുഞ്ഞി. ഇതിൽ ഏതേലും ഒന്നിനെ അവൻ ഉറപ്പായും വയ്ക്കും, സ്റ്റാലിൻ പറഞ്ഞു. കുഞ്ഞിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷേ മൗനിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പിച്ചതുപോലെയാണ്. കാരണം അജുവും മൗനിയും ഒരേ വൈബാണ്. അവൻ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും മൗനി ചിരിക്കും. അതേപോലെ തന്നെയാണ് അജുവും, മീനു പറഞ്ഞു. ഒരേ വൈബ് വരുന്ന അവർ ഫ്രണ്ട്സ് ആണെങ്കിലും
ചിലർ വൈബ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പോലെ. പക്ഷേ അങ്ങനെയല്ലല്ലോ. കുഞ്ഞി അവൾക്ക് കുറച്ച് പക്വതയുണ്ട്, അതുകൊണ്ട് അജു നന്നാവും. സ്റ്റാലിൻ ഒരു ചിരിയോടെ പറഞ്ഞു. അതൊക്കെ വിട്, നമുക്കൊരു ബേബി വേണ്ട ഇച്ചായ? നമ്മുടെ 2 പേരുടെയും ഒരു കുഞ്ഞു ബേബി? മീനു മെല്ലെ ചോദിച്ചു. വേണോ? മീനു, എനിക്ക് ബേബിയായിട്ട് നീയില്ലേ, ഇനി വേറെ ബേബി വേണോ? സ്റ്റാലിൻ ചോദിച്ചു. അതല്ല ഇച്ചായ, ഇച്ചയുടെ ബേബി ഞാൻ, എൻ്റെ ബേബി ഇച്ച. ഇനി നമുക്ക് 2 പേർക്കും കൂടി ഒരു ബേബി. അതാ ഞാൻ പറഞ്ഞത്, മീനു പറഞ്ഞു. അങ്ങനെയാണേൽ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ മീനുവിലേക്ക് പടർന്നു കയറാൻ തുടങ്ങി. പിറ്റേ ദിവസം പെൺപിള്ളേർ എല്ലാവരും നേരത്തെ ഒരുപോലെ എഴുന്നേറ്റ് വന്നിരുന്നു. അടിച്ചുവാരലും തുടയ്ക്കലും കഴിഞ്ഞതോടെ എല്ലാവരും അടുക്കളയിലേക്ക് കയറിയിരുന്നു. ഇന്ന് കഴിക്കാൻ എന്തുണ്ടാക്കും? ദേവു ചോദിച്ചു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് നമുക്ക് പുട്ടുണ്ടാക്കിയാലോ? മീനു ചോദിച്ചു. പുട്ടുണ്ടാക്കാം. ആര് തേങ്ങ പൊളിക്കും? എനിക്കൊരു മാങ്ങ പൊളിക്കാൻ പോലും അറിയില്ല, വിന്ദ പറഞ്ഞു. ഞാൻ പൊളിച്ചു തരാം തേങ്ങ, എനിക്കറിയാം. ഇതൊക്കെ പഠിക്കണം, വേദ പറഞ്ഞു. ഇനി പഠിക്കാം ചേച്ചി, ദേവു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ശേഷം ഓരോരുത്തരും അവരവരുടെ ജോലിയിലേക്ക് കടന്നു. ആൺപിള്ളേർ എല്ലാവരും ഹാളിലെ സോഫയിൽ ഒത്തുകൂടിയിരുന്നു. ലാപ്പ് ഓണാക്കി വെച്ചു. അപ്പോഴാണ് അവിടേക്ക് മൗനി തുള്ളിച്ചാടി വന്നത്. അവരവിടെ ഇരിക്കുന്നത് കണ്ടതും അവൾ അവിടേക്ക് ചെന്ന് അവരുടെ ഇടയിൽ കയറിയിരുന്നു. എന്താണ് ചേട്ടന്മാർക്ക് ഇവിടെ പരിപാടി? മൗനി ചോദിച്ചു. ഞങ്ങൾ പാലക്കാട് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിട്ട് അവിടേക്കൊരു കൂടിയ ഇനം പ്രാന്തിയെ വേണം. നീ അതിലേക്ക് മാച്ചാണല്ലോ എന്ന് ഓർക്കുമായിരുന്നു മൗനി, സ്റ്റാലിൻ പറഞ്ഞു. അതെ, ഇവളെ നമുക്ക് അവിടേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. നല്ല സ്റ്റൈലൻ പ്രാന്തത്തി, ധ്രുവ് പറഞ്ഞു. കാണാനും ഒരു പ്രാന്തത്തി ലുക്കുണ്ട്, ആദി പറഞ്ഞു. അപ്പോൾ എങ്ങനാ, പോവല്ലേ? ആകാശ് പറഞ്ഞു. പോ അവിടുന്ന്, ഞാൻ എൻ്റെ ചേച്ചിമാരുടെ അടുത്ത് പോട്ടെ എന്ന് പറഞ്ഞ് മൗനി പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദേ ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റാണ് ഇനി ഞാനും ആകാശും നോക്കി നടത്താൻ പോകുന്നത്. ഇതിന് പിന്നിലായിരിക്കും ഇനി ഞങ്ങളുടെ 2 പേരുടെയും ബിസിനസ്. ഞാൻ എബിനെ വിളിച്ചിട്ടുണ്ട്, അവൻ ഇവിടേക്ക് വരും ഫാമിലി ആയിട്ട്, സ്റ്റാലിൻ പറഞ്ഞു. അപ്പോൾ ഞാനും ആദ്യം ഇവിടെ ട്രാൻസ്ഫർ വാങ്ങാം, ഇവിടെ അധികം പ്രശ്നമൊന്നുമില്ല, ധ്രുവൻ പറഞ്ഞു. അതുപോലെ ചെയ്യാം, പക്ഷേ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഒരു കാഷ്യർ വേണം, അതിന് നമ്മൾ ഒരാളെ സെറ്റാക്കണം, ആകാശ് പറഞ്ഞു. അതിന് നമുക്ക് മൗനി ഉണ്ടല്ലോ, അവളെ നമുക്ക് ആ കാഷ്യർ ആക്കാം, ധ്രുവൻ പറഞ്ഞു. എന്നാൽ നമുക്ക് ചായ കുടിച്ചിട്ട് അവിടെ പോയിട്ട് വരാം, ശേഷം വിഷു കഴിഞ്ഞിട്ട് നമുക്ക് പോയി തുടങ്ങാം. ധ്രുവും ഞാനും ഇന്ന് തന്നെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം, ഓക്കെ അല്ലേ? ആദി പറഞ്ഞു. ഓക്കെ, എല്ലാവരും ഒരുപോലെ പറഞ്ഞു. ഹലോ ചേച്ചിമാർ, അടുക്കളയിലേക്ക് തുള്ളിച്ചാടി മൗനി വന്നുകൊണ്ട് വിളിച്ചു. ആ വന്നോ, മൗനമല്ലാത്ത മൗനി, ദേവു പറഞ്ഞു. നിന്റെ ബാക്കി എഴുന്നേറ്റിട്ടില്ല, ഇപ്പോഴെങ്ങും അവൻ്റെ തല പൊങ്ങില്ല, മീനു പറഞ്ഞു. അതെ, സൂര്യൻ വന്ന് തന്തയ്ക്ക് വിളിച്ചാലേ അവൻ ഇനി അവിടെ നിന്നും എഴുന്നേൽക്കൂ, വിന്ദ പറഞ്ഞു. അച്ഛനും അമ്മയും ഇങ്ങനെ വിടുമോ മൗനി? എന്നെയൊന്നും പുറത്തേക്ക് വിടില്ലായിരുന്നു, വേദ പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോവും, എന്നെ നോക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുവാണ് അവർ. ഞാനും ഒരു ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ജോലി കിട്ടിയാൽ പോകും, അതുവരെ വീട്ടിലിരിക്കാൻ എനിക്ക് മടി, അതാ, മൗനി പറഞ്ഞു. നിനക്ക് ഇവിടേക്ക് വന്നൂടെ? ജോലി റെഡിയായാൽ പിന്നെ നീ ഇങ്ങോട്ട് വരുമോ മൗനി? ദേവു ചോദിച്ചു. ഞാൻ വരാതെ പിന്നെ ഇങ്ങോട്ട് എന്തായാലും വരും, ഈ വീട് എനിക്ക് കുറേ ഇഷ്ടമാണ്. അതല്ല, നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ? മൗനി ചോദിച്ചു. മാർഗം കളിക്കുന്നു, വിന്ദ പറഞ്ഞു. ഓഹോ, ഇങ്ങനെയും കളിക്കോ? മൗനി ചോദിച്ചു. എൻ്റെ മൗനി, ഞങ്ങൾ ഇവിടെ അടുക്കളപ്പണി ചെയ്യുക. ദേവു ഇവിടെ പുട്ടുണ്ടാക്കുന്നു, ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നു, മീനും വിന്ദയും പാത്രം കഴുകുന്നു. ഇതൊന്നും നീ കാണുന്നില്ലേ? ഭേദ ചോദിച്ചു. ഞാൻ കാണുന്നുണ്ട്, എന്നാലും നിങ്ങൾ പറയണം, എന്നാലേ അതിൻ്റെ ഒരു ഇതുണ്ടാവൂ, മൗനി പറഞ്ഞു. മൗനി, നീ ഈ പുട്ട് ടേബിളിൽ കൊണ്ട് വെക്ക്, എന്നിട്ട് ആ അജുവിനെ പോയി വിളിക്ക്, ദേവു പറഞ്ഞു. അജുവിൻ്റെ റൂം എവിടെയാ? മൗനി ചോദിച്ചു. മുകളിലെ 3ാമത്തെ റൂം, വിന്ദ പറഞ്ഞു. അതോടെ മൗനി പുട്ടുവെച്ച പാത്രം എടുത്തുകൊണ്ട് ആ ഹാളിലേക്ക് നടന്നു. അവിടെയുള്ള ഡൈനിങ് ടേബിളിൽ പുട്ടുപാത്രം വെച്ച് മൗനി അജുവിൻ്റെ റൂമിലേക്ക് പോയി. അജുവിൻ്റെ റൂമിലേക്ക് വന്ന മൗനി ആ റൂം മുഴുവൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എല്ലാം അടുക്കും ചിട്ടയിലുമാണ് ഇരിക്കുന്നത്. ജനലിനോട് ചേർന്നിട്ടിരിക്കുന്ന കട്ടിലിൽ ഒരു വശത്ത് മുഖം തിരിച്ച് വെച്ച് കിടപ്പുണ്ട് അജു. മൗനി അവൻ്റെ ഒപ്പം സൈഡിൽ കയറി കിടന്നു. അടുത്ത് ആരുടെയോ സാന്നിധ്യം അറിഞ്ഞ് അജു മെല്ലെ കണ്ണു തുറന്നു നോക്കി. അവനെ തന്നെ നോക്കി അവൻ്റെ അരികിൽ കിടക്കുന്ന മൗനിയെ കണ്ടതും അവൻ ഞെട്ടി. അമ്മച്ചി, പ്രേതം! അജു ചാടി എഴുന്നേറ്റു. അവൻ്റെ ആ ഞെട്ടൽ കണ്ട് മൗനിയും ചാടി എഴുന്നേറ്റു. അവനെ ഞെട്ടിക്കൊണ്ട് നോക്കി. എന്താടാ, എന്തു പറ്റി? മൗനി ചോദിച്ചു. നീ ആയിരുന്നോ? ഞാൻ കരുതി പ്രേതമാണ് എന്ന്. നീ എന്താ നട്ടപ്പാതിരയ്ക്ക് ഇവിടെ? അജു ചോദിച്ചു. എടാ മണ്ട, ഇത് പട്ടാപ്പകലാണ്. നിന്റെ ഏട്ടത്തിമാരാ നിന്നെ വിളിക്കാൻ വേണ്ടി ഇവിടേക്ക് വിട്ടത്. നീ വാ, നമുക്ക് ചായ കഴിക്കാം, മൗനി വിളിച്ചു. മണ്ട നിന്റെ കെട്ടിയോൻ, അജു പറഞ്ഞു. എടാ പിശാശേ, എൻ്റെ കെട്ടിയോൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, മൗനി ദേഷ്യപ്പെട്ടു. നീ എന്തോ ചെയ്യുമെടി പൂതനെ? അജു ചോദിച്ചു. നിന്നെ ഇന്ന് ഞാൻ
മൗനി അവിടെയുള്ള പില്ലോ ഒന്ന് എടുത്ത് അജുവിൻ്റെ തല നോക്കി ഒന്ന് കൊടുത്തു. അജു അവിടെ മറിഞ്ഞു വീണിരുന്നു. എന്നാൽ തോറ്റുകൊടുക്കാതെ വേറെ ഒരു പില്ലോ കൊടുത്ത് അജു ഒറ്റയടിയായിരുന്നു മൗനിയെ. പിന്നെ അവിടെ കിടന്ന് 2 അടിയോടടി അടിച്ച് 2 ക്ഷീണിച്ചു. ഞാൻ നിർത്തി, അജു പറഞ്ഞു. ഞാൻ ഇന്നലെയേ നിർത്തി, മൗനി പറഞ്ഞു. എന്നാൽ ഞാൻ പോയി ഫ്രഷ് ആവട്ടെ, നീ താഴേക്ക് ചെല്ല്, പൊക്കോ, അജു പറഞ്ഞു. നീ വരണം കേട്ടോ, മൗനി പറഞ്ഞു. എൻ്റെ പൊന്നു പെണ്ണെ, ഞാൻ വരാം, പൊക്കോ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, അജു പറഞ്ഞു. അതോടെ മൗനി അവിടെ നിന്നും ചിരിയോടെ പോയി. ഒരു ചിരിയോടെ അജു ഫ്രഷ് ആവാനായി പോയി. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനായി ഇരുന്നു. ഫുഡ് മൗനിയാണ് എല്ലാവർക്കും വിളമ്പി കൊടുത്തത്. മൗനി, നിനക്ക് ഒരു ജോലി തന്നാൽ ചെയ്യോ? എന്തായാലും സ്കൂൾ പൂട്ടല്ലേ, അതുകൊണ്ട്, ധ്രുവ് പറഞ്ഞു. സ്കൂൾ പൂട്ടലല്ലെങ്കിലും ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചതാ. എന്താ ജോലി? മൗനി ചോദിച്ചു. അത് ഞാനും ആകാശും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ തുടങ്ങുന്നുണ്ട്. അതൊന്ന് മാനേജ് ചെയ്യാനാ. എൻ്റെ അസിസ്റ്റൻ്റ് എബി ഇവിടേക്ക് വരും. എന്നാലും നീ കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ, സ്റ്റാലിൻ പറഞ്ഞു. ഇത് നല്ല ജോലിയാണല്ലോ മൗനി, ദേവ് പറഞ്ഞു. പക്ഷേ ഒരു സൂപ്പർ മാർക്കറ്റ് മാനേജ് ചെയ്തിട്ട് പോവാൻ എനിക്ക് പറ്റുമോ, മൗനി ചോദിച്ചു. പറ്റൂ എന്നല്ല, പറ്റണം. മനസ്സ് വെച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, ദേവു പറഞ്ഞു. അതെ, ധ്രുവേട്ടനെ പുറകെ നടന്ന് വളച്ച എക്സ്പീരിയൻസ് വെച്ച് പറയുക കേട്ടോ മൗനി, അജു പറഞ്ഞു. പോടാ ചള്ളു ചെക്ക, ദേവു പറഞ്ഞു. നോക്ക് മൗനി, നിനക്ക് കൂടെ ഹെൽപ്പിന് എബിനുണ്ടാകും. പിന്നെ നിന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് നിന്നെ വിളിച്ചത്, ധ്രുവ് പറഞ്ഞു. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഉറപ്പായും നിൽക്കാം. അതേ എനിക്ക് പറയാൻ പറ്റൂ, മൗനി പറഞ്ഞു. അത് മതി, ആകാശ് പറഞ്ഞു. അജു, ഞങ്ങൾ ഇന്ന് പാലക്കാട് വരെ പോവാണ്. തിരിച്ചു വരാൻ വൈകുന്നേരമാവും, ധ്രുവൻ പറഞ്ഞു. വൈകുന്നേരം തിരിച്ചു വരണേ, ദേവു പറഞ്ഞു. വരണേ, ഇല്ലേൽ കുഞ്ഞാവ പിണങ്ങും, അജു ഒരു ആക്കിച്ചിരിയോടെ പറഞ്ഞു. ഡാ വിടുവായി, മീനു വിളിച്ചു. മിണ്ടാതെ ഇരുന്ന് കഴിച്ചേ നിങ്ങൾ, ആദി പറഞ്ഞു. അതോടെ തമാശക്കളി മാറ്റി വെച്ചുകൊണ്ട് അവരൊന്നും മിണ്ടാതെ കഴിക്കാനായി തുടങ്ങി. ദേവു റൂമിലേക്ക് വരുമ്പോൾ ധ്രുവ് പുറത്തു പോവാനായിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചീവുകയായിരുന്നു. ദേവു ധ്രുവൻ്റെ അരികിൽ ചെന്ന് നിന്ന് ധ്രുവൻ ദേവുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്താണ് അഞ്ചുമോളെ? ധ്രുവ് ദേവുവിൻ്റെ ഇടുപ്പിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് ദേവുവിനോട് ചോദിച്ചു. വരുമ്പോൾ എനിക്ക് കുറച്ച് ഐസ്ക്രീം വാങ്ങിയിട്ട് വരുമോ ശിവേട്ട? ദേവു ചോദിച്ചു. എൻ്റെ കൊച്ചിന് ഐസ്ക്രീം, പിന്നെ എന്താ വേണ്ടത്? നീ പറ അഞ്ചു, ധ്രുവ് ദേവുവിനെ ടേബിളിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. അതുമാത്രം മതി, ദേവു ധ്രുവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. അതുമാത്രം മതിയോ അഞ്ചു? ധ്രുവ് ചോദിച്ചു. ആ, എനിക്കത് മാത്രം മതി, ദേവു പറഞ്ഞു. അപ്പോൾ എന്നെ വേണ്ടേ? ധ്രുവ് ചോദിച്ചു. പിന്നെ എൻ്റെ തെമ്മാടി പോലീസിനെ എനിക്ക് വേണം കേട്ടോ, ധ്രുവൻ്റെ കഴുത്തിൽ മുഖം വെച്ചുകൊണ്ട് ഒരു ചിരിയോടെ ദേവു പറഞ്ഞു. അത് കേട്ട് ധ്രുവൻ ദേവുവിൻ്റെ കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. വിന്ദ ആദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ഒരു ചിരിയോടെ ആദി വിന്ദയെ അവനിലേക്ക് അടുപ്പിച്ചു. ദേവേട്ടൻ പോയിട്ട് നേരത്തെ വരുമോ? വിന്ദ ചോദിച്ചു. പിന്നെ വരാതെ, നേരത്തെ വരാട്ടോ. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ ഉമിത്രേ? ആദി ചോദിച്ചു. എനിക്ക് കടലമിഠായി വേണം, വിന്ദ പറഞ്ഞു. കടലമിഠായി കഴിക്കാൻ നീ എന്താ കൊച്ചു കുഞ്ഞാണോ ഉമിത്ര? ആദി ചോദിച്ചു. എനിക്ക് കടലമിഠായി കഴിക്കാൻ തോന്നുന്നുണ്ട് ദേവേട്ട, ഒരു പാക്കറ്റ് മേടിച്ചിട്ട് വരുമോ? കുഞ്ഞാറ്റ ചോദിച്ചു. വാങ്ങിയിട്ട് വരാട്ടോ, പക്ഷേ അധികം കഴിച്ചാൽ പല്ല് കേടാവും മിത്രകുട്ടി, ആദി പറഞ്ഞു. ഓ പിന്നെ, ഒരു പാക്കറ്റ് കഴിച്ചെന്ന് കരുതി പല്ലൊന്നും കേടാവില്ല, വിന്ദ പറഞ്ഞു. അങ്ങനെയാണേൽ വാങ്ങിയിട്ട് വരാം, ആദി വിന്ദയുടെ നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു. സ്റ്റാലിൻ മീനുവിൻ്റെ നെഞ്ചിലേക്ക് തല അമർത്തി വെച്ചുകൊണ്ട് കിടന്നു. അവൾ മെല്ലെ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. സ്റ്റാലിനെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു. മീനു, സ്റ്റാലിൻ മെല്ലെ വിളിച്ചു. ഞാൻ പോയിട്ട് നേരത്തെ വരാട്ടോ, സ്റ്റാലിൻ പറഞ്ഞു. നേരത്തെ വന്നിട്ട് നമുക്കന്ന് തൃശ്ശൂർ വെച്ച് നമ്മൾ പുറത്തു പോയില്ലേ, അതുപോലെ രാത്രി പോവാം. എന്നിട്ട് നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. ബൈക്കെടുത്ത് രാത്രി കറങ്ങണമെന്ന ആഗ്രഹം, മീനു പറഞ്ഞു. അതിനെന്താ, ഞാൻ പോയി വന്നിട്ട് ഇന്ന് രാത്രി ബൈക്കിൽ പുറത്തു പോകാം, സ്റ്റാലിൻ പറഞ്ഞു. അന്ന് രാത്രി ഇച്ച എനിക്ക് മുടി കെട്ടി തന്ന പോലെ കെട്ടിവെച്ച് തരണം കേട്ടോ, മീനു പറഞ്ഞു. കെട്ടിത്തരാട്ടോ, സ്റ്റാലിൻ പറഞ്ഞു. പിന്നെ നാളെ വിഷുവിന് വേണ്ട ഷോപ്പിംഗ് പോകണം, മറ്റന്നാൾ വിഷു അല്ലേ, മീനു പറഞ്ഞു. പോവാട്ടോ, സ്റ്റാലിൻ മീനുവിൻ്റെ കഴുത്തിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. ആകാശ് ഡ്രസ്സ് മാറി ഒരുങ്ങി വന്നതും അവിടെ വേദ നിൽപ്പുണ്ടായിരുന്നു. അത് കണ്ട് ആകാശ് ഒരു കുഞ്ഞു ചിരിയോടെ വേദയുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ വേദ, നിന്നെ കാണാൻ കിട്ടാറില്ലല്ലോ, എവിടെയാ പൊന്നേ നീ? ആകാശ് ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, വേദ പറഞ്ഞു. ഞാൻ പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ നിനക്ക് എന്താ വേണ്ടത്? ആകാശ് ചോദിച്ചു. ഒരു ലിസ്റ്റ് ഇട്ട് തരാം, വിഷു സാധനങ്ങളാണ്, ഏട്ടൻ പൊക്കോ, ഞാൻ വാട്സപ്പിലിടാം, വേദ പറഞ്ഞു. എടി മണ്ടി, നാളെ ഷോപ്പിങ്ങിന് പോവാം. ഇപ്പോൾ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്നാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ വിഷു സാധനങ്ങളല്ല, ആകാശ് പറഞ്ഞു. ഓ അതാണോ, എനിക്കൊന്നും വേണ്ട, നേരത്തെ ഇങ്ങ് വന്നാൽ മതി, വേദ പറഞ്ഞു. ഞാൻ നേരത്തെ വരാട്ടോ, അതും പറഞ്ഞ് ആകാശ് വേദയുടെ കവളിൽ അമർത്തി ചുംബിച്ചു.